അപ്പൊ ഇന്നത്തെ പൊതിച്ചോറ് കണ്ടു നോക്കിയാലോ? ഇന്നൊരു സ്കൂളിൽ പഠിക്കുന്ന ഒരു മോക്കാണേ. അപ്പം ഞാൻ അതുകൊണ്ടാ നല്ല രീതിയിൽ അങ്ങ് വെച്ച്. കാരണം കുഞ്ഞുങ്ങളെല്ലാം കൂടെ ഷെയർ ചെയ്ത് കഴിക്കുമ്പോഴേ ഇച്ചിരി കറി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ കിട്ടിയത് ഒരു അടിപൊളി ഇലയുമായിരുന്നേ. ഇത് പാളാന്തോടന്റെ, അങ്ങനെ പാളാന്തോടൻ, ഞാലിപ്പൂവൻ അങ്ങനെയൊക്കെയുള്ള കൊലകളില്ലയോ, അതിന്റെ ഇലയാ നല്ലത് കേട്ടോ. റോബസ്റ്റ, ഏത്തന്റെ ഒക്കെ ഇലയ്ക്ക് ഭയങ്കര കട്ടിയാ, പൊട്ടിയും പോവും. ഇത് എൻ്റെ വീട്ടിലെ ഇലയിലൊന്നും അല്ല കേട്ടോ. ഞാൻ രാവിലെ അപ്പുറത്ത് അയ്യത്ത് പോയി വെട്ടിക്കൊണ്ട് വരുന്നതാ. പിന്നെ മീൻ വറുത്തതുണ്ടായിരുന്നു, അയല പകുതിയേ ഉള്ളേ. രണ്ട് മൂന്ന് പേർക്ക് ആവുമ്പോഴത്തേനും മീൻ കുറച്ചായിരുന്നു. അപ്പോൾ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നുള്ള രീതിയിൽ ഞാൻ പകുതി വെച്ചിട്ടുണ്ട്. പിന്നെ ചമ്മന്തി ഉണ്ടായിരുന്നേ. അവർക്ക് കോളേജിലുള്ള പിള്ളേർക്കൊക്കെ ഈ ചമ്മന്തിയെ കൂട്ടി പൊതിച്ചോറ് കഴിക്കാനല്ലേ ഇഷ്ടം. പിന്നെ കണവ റോസ്റ്റ് ചെയ്തതുണ്ടായിരുന്നു. ഞാൻ എൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ് ആയിട്ടോ. ചോറിൻ്റെ കൂടെയൊക്കെ ചമ്മന്തിയെ കൂട്ടി കഴിക്കുമ്പോഴേ ഭയങ്കര വേറൊരു തരം രുചിയാ. പിന്നെ ചീര ഉണ്ടായിരുന്നേ, പച്ച ചീരയാ. ഞാൻ കാന്താരിയൊക്കെ അരച്ച് വെച്ചപ്പോൾ എന്തോരം ടേസ്റ്റ് ആയിരുന്നറിയോ. ചമ്മന്തിയും ഇതൊക്കെ ഇട്ട് ഇളക്കി കഴിക്കുന്നതൊന്ന് ആലോചിച്ച് നോക്കിയേ. എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. ചെയ്യുന്നുണ്ട് എങ്കിലും ഈ കാണുന്ന എല്ലാവരും തന്നെ ചെറുതായിട്ട് ആ കൈ ആ സബ്സ്ക്രൈബിലോട്ട് നമുക്കിയേ പോരെ. പിന്നെ മീൻകറി ഉണ്ടായിരുന്നു കൂട്ടത്തിലെ.